രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒളിവ് ജീവിതം തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസിൽ അഭിപ്രായം ശക്തം. അറസ്റ്റ് വൈകുന്നത് അനാവശ്യ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു. കീഴടങ്ങുന്നതാണ് ഉചിതമെന്നാണ് മുതിർന്ന നേതാക്കൾ കരുതുന്നത്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും നേതാക്കൾക്കിടയിൽ ആവശ്യം ശക്തമാണ്. റോഷി, ഗുഡ് മോർണിംഗ് റോഷി. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര കാലം ഒളിവിൽ തുടരുന്നോ അത്രയും കോൺഗ്രസ് പ്രതിരോധത്തിലാണ്. ഈ പാർട്ടി നേതാക്കളെ, സ്ഥാനാർത്ഥികളെ ഒക്കെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും ഒളിവിൽ തുടർന്നാൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്നൊരു വിലയിരുത്തൽ മുതിർന്ന നേതാക്കൾക്കുണ്ടോ? ഇയാളുടെ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളതിനെ കുറിച്ച് കോൺഗ്രസിൽ നേരത്തെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മുതിർന്ന നേതാക്കൾ കൂടി വെണ്ണിമന്ദലായിൽ ഈ സ്ഥാനം രാജിവെക്കുന്നതായിരിക്കും പാർട്ടിക്ക് നല്ലത് എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുണ്ടോ റോഷി? അരുൺകുമാർ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ആശങ്കയുണ്ടാകുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും ഗുരുതരമായ തെളിവുകൾ ഒട്ടേറെ പുറത്തു വന്നു. ശബ്ദരേഖകളുണ്ട്, വാട്സപ്പ് ടെലിഗ്രാം ചാറ്റുകളുണ്ട്. ഇത്രയും തെളിവ് വന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് നിഷേധിക്കുകയോ ഈ തെളിവുകൾക്കും ഈ പരാതികൾക്കും ആരോപണങ്ങൾക്കുമെതിരെ ഒരു തരത്തിലുള്ള മറുപടി നൽകാനും തയ്യാറായിട്ടില്ല. അങ്ങനെ മറുപടി നൽകാതെ കേസെടുത്തപ്പോൾ ഒളിവിലേക്ക് പോയതാണ് കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ കുരുക്കുന്നത്. കാരണം ഒരു MLA പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ടെങ്കിലും പാർട്ടി പ്രാഥമിക അംഗത്തിൽ നിന്നും അത് താൽക്കാലികമാണ് സസ്പെൻഷൻ, പുറത്താക്കപ്പെട്ടിട്ടില്ല. MLA സ്ഥാനത്ത് തുടരുന്നുണ്ട്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് MLA ആയി. അങ്ങനെ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസുമായുള്ള ബന്ധവും വിച്ഛേദിച്ചില്ല. അങ്ങനെയുള്ള ഒരാൾ MLA സ്ഥാനത്ത് തുടരുകയും ഒളിവ് ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ച് ഒരു ബലാത്സംഗ കേസിലാണ്. പെൺകുട്ടി വളരെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് കീഴടങ്ങുന്നതാണ് ഉചിതമെന്ന അഭിപ്രായമാണ് കോൺഗ്രസിനകത്ത്. അല്ലെങ്കിൽ ഈ വിഷയം തുടർച്ചയായി മാധ്യമങ്ങളിലും സമൂഹത്തിലും ചർച്ചയാകും. ആ ചർച്ചയാകുന്നത് തിരിച്ചടിയാകും. അതുകൊണ്ട് ഭൂരിഭാഗം നേതാക്കളും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങി നിയമ നടപടിയുമായി മുന്നോട്ട് പോവുക. ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് ചോദിക്കുന്ന നേതാക്കളുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാതിരിക്കുമ്പോൾ, ഒളിച്ചു നടക്കുമ്പോൾ തെറ്റുകാരനെന്ന് മുദ്ര ചെയ്യപ്പെടും എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. നേരത്തെ വിൻസെന്റ് ഉൾപ്പെടെയുള്ള പലരും സമാനമായ രീതിയിൽ ചില കേസുകളിൽ അകപ്പെട്ടപ്പോൾ അവർ കീഴടങ്ങുകയാണ് ചെയ്തത്. പോലീസിന്റെ മുന്നിൽ കീഴടങ്ങി. അതുപോലെ കീഴടങ്ങി തുടർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശം നൽകണമെന്ന ആവശ്യമുണ്ട്. പക്ഷേ കോൺഗ്രസിൽ ഈ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. എന്നാൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് തിരിച്ചടിയാകുമെന്ന ആശങ്ക ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തെ അലട്ടുന്നുണ്ടായിരുന്നു. കുമാർ, താങ്ക് യു. റോഷി പാലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാഹുൽ 6ാം ദിനവും ഒളിവിൽ തന്നെ തുടരുകയാണ്.